ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ശരാശരി അഥവാ ആവറേജ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് കോൺസെപ്റ്റും കുറച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ശരാശരി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ശരാശരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാണ്. അതുപോലെ തന്നെ ആ പഠിച്ച കാര്യങ്ങളിൽ വെച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ശരാശരി എന്നുള്ളത് പഠിക്കാം, അഥവാ ആവറേജ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് എന്താണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ശരാശരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഏകദേശം, അതായത് ഏകദേശം ഇത്ര എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മിഡിലായിട്ടുള്ള ആ ഒരു സംഖ്യയാണ് എടുക്കുന്നത്. അതായത് ഏകദേശം ഇത്ര. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, അതായത് ഏറ്റവും കുറഞ്ഞതിനും ഏറ്റവും ഉയർന്നതിനും ഇടയ്ക്ക് നിൽക്കുന്നതിനല്ല ശരാശരിയായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അതായത് ഏറ്റവും കുറഞ്ഞതിനും ഏറ്റവും ഉയർന്നതിനും ഇടയ്ക്ക് നിൽക്കുന്നതിന്, അതിനെയാണ് നമ്മൾ ശരാശരിയായിട്ട് കണക്കാക്കാറുള്ളത്. അതായത് ഏകദേശം എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതായത് ഒരു സ്കൂൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ 32 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 32 കുട്ടികളാണെന്ന് വിചാരിക്കുന്നു. 2ാം ക്ലാസ്സിൽ 37 കുട്ടികളാണെന്ന് വിചാരിക്കുന്നു. 3ാം ക്ലാസ്സിൽ 43 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുന്നു. 4ാം ക്ലാസ്സിൽ 30 കുട്ടികളും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ്സിലെ ശരാശരി കുട്ടികളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടോട്ടൽ ആകെ എത്രയുണ്ടെന്ന് നോക്കുന്നത്. അതായത് ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ? 32ഉം 37ഉം 43ഉം 30ഉം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 142 എന്ന് കിട്ടും. അപ്പോൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ആകെ 142 കുട്ടികളുണ്ടെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു ക്ലാസ്സിലെ ശരാശരി ഇത്ര കുട്ടികളുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആകെ എത്ര കുട്ടികളുണ്ടോ അതിനെ എന്ത് ചെയ്യുന്നു? ആകെ എത്ര ക്ലാസ്സുകളാണുള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ എത്രയാണ് ക്ലാസ്സുകളുടെ എണ്ണം? 4ആണ്. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3, 5, 35.5 എന്ന് കിട്ടും. പക്ഷെ 35.5 കുട്ടികളെന്ന് പറയുമോ? ഇല്ല. അതായത് കുട്ടികൾ എപ്പോഴും എണ്ണമായിട്ടാണ് നിൽക്കുക, ഡെസിമൽ വരില്ല. ഇത്ര എണ്ണം എന്നല്ലേ പറയുള്ളൂ. അതായത് 35.5 എന്ന് പറഞ്ഞാൽ നമുക്ക് 35 തന്നെ അങ്ങ് കൺസിഡർ ചെയ്യും. ഏകദേശം ഇത്ര കുട്ടികളുണ്ടെന്ന് അങ്ങ് പറയാം. അതേപോലെ തന്നെയാണ് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 8 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു 5 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടിയുടെ കയ്യിൽ 10 മിഠായി ഉണ്ട്, രണ്ടാമത്തെ കുട്ടിയുടെ കയ്യിൽ 7 മിഠായി ഉണ്ട്, മൂന്നാമത്തെ കുട്ടിയുടെ കയ്യിൽ 4 മിഠായി ഉണ്ട്, നാലാമത്തെ കുട്ടിയുടെ കയ്യിൽ ഒരു 7 മിഠായി ഉണ്ട്, അഞ്ചാമത്തെ കുട്ടിയുടെ കയ്യിൽ ഒരു 8 മിഠായി ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു കുട്ടിയുടെ കയ്യിൽ ശരാശരി എത്ര മിഠായി ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആകെ മിഠായികളുടെ എണ്ണം കാണുക, അതിനെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികളാണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കുട്ടിയുടെ കയ്യിൽ ശരാശരി ഇത്ര മിഠായി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ അതാണ് ശരാശരി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ 2 ഉദാഹരണം നമ്മൾ പഠിച്ചു അല്ലേ? 2 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞ് ശരാശരി എന്ന് പറയുന്നത് ഒരു കൂട്ടം അളവുകളുടെ കേന്ദ്രീകരണ സ്വഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഖ്യയാണ് ശരാശരിയായിട്ട് വരുന്നത് അല്ലേ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഉള്ളത് എത്രയാണോ അതിൻ്റെ മിഡിലായിട്ടുള്ളൊരു വാല്യൂ ആണ് ഈ ശരാശരി എന്ന് പറഞ്ഞാൽ വരുന്നത് അല്ലേ? ഇത് ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അളവുകളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ശരാശരിയാണ്. അപ്പോൾ ശരാശരി കാണാനായിട്ട് അളവുകളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ശരാശരി എന്ന് പറയുന്നത് എന്താണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് കിട്ടും. തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ശരാശരി. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി, തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് കിട്ടി. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് വേറെ 2 കാര്യങ്ങൾ കൂടി കിട്ടും. എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? എണ്ണം എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ ശരാശരി ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ നിന്നും വേറൊരു കാര്യം കിട്ടും. തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? എണ്ണം ഇൻറ്റു ശരാശരി.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അതിൽ നിന്നും എണ്ണം എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ ശരാശരി എന്ന് കിട്ടും. തുക എന്ന് പറയുന്നത് എണ്ണം ഇൻറ്റു ശരാശരി എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറച്ച് ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുറച്ച് സൂത്രവാക്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് n സംഖ്യകളുടെ ശരാശരി എന്നത് k ആണെങ്കിൽ അതിലെ ഓരോ സംഖ്യയോടും x കൂട്ടിയാൽ പുതിയ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് k+x ആയിരിക്കും. അതായത് n സംഖ്യകളുടെ ശരാശരി അഥവാ ആവറേജ് എന്ന് പറയുന്നത് k ആണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അതിലെ ഓരോ സംഖ്യയോടും x കൂട്ടിയാൽ പുതിയ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് k+x ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, അതിലെ ഓരോ സംഖ്യയിൽ നിന്നും x കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് k-x ആയിരിക്കും. നെക്സ്റ്റ്, അതിലെ ഓരോ സംഖ്യയോടും x കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന പുതിയ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? kx ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് n സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. അവരുടെ ആവറേജ് എന്ന് പറയുന്നത് k ആണെങ്കിൽ 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ആ സംഖ്യകളോടൊക്കെ കൂടിയിട്ട് x ആഡ് ചെയ്യുകയാണെങ്കിൽ അവയുടെ പുതിയ ശരാശരി എന്ന് പറയുന്നത് k+x ആയിരിക്കും. ആ സംഖ്യകളോടൊക്കെ x വെച്ചിട്ട് മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പുതിയ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് k-x ആയിരിക്കും. ആ സംഖ്യകളോടൊപ്പം x വെച്ചിട്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ പുതിയ ശരാശരി എന്ന് പറയുന്നത് kx ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് k ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് k ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് k+n-1/2 ആയിരിക്കും. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് k-n-1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ ശരാശരി k ആയാൽ അതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് k+n-1ഉം ചെറിയ സംഖ്യ എന്ന് പറയുന്നത് k-n-1ഉം ആയിരിക്കും. അതുപോലെ തന്നെ തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ ശരാശരി k ആയാൽ അതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് k+n-1ഉം ചെറിയ സംഖ്യ എന്ന് പറയുന്നത് k-n-1ഉം ആയിരിക്കും. അതായത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി k ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ k+n-1/2ഉം ചെറിയ സംഖ്യ എന്ന് പറയുന്നത് k-n-1/2 ആയിരിക്കും. അടുത്തത് തുടർച്ചയായ n ഒറ്റസംഖ്യകൾ. ഇത് രണ്ടും സെയിം ആണ്. അതായത് തുടർച്ചയായ n ഒറ്റസംഖ്യകളും അതുപോലെ തന്നെ n ഇരട്ടസംഖ്യകളോ ആണെങ്കിൽ അവയുടെ ശരാശരി k ആയാൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് k+n-1ഉം ചെറിയ സംഖ്യ എന്ന് പറയുന്നത് k-n-1ഉം ആയിരിക്കും. ഇത് ഒറ്റസംഖ്യയുടെയും ഇരട്ടസംഖ്യയുടെ കേസിൽ രണ്ടും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 8 കുട്ടികളുടെ ഉയരം 144 സെൻറ്റിമീറ്റർ, 151 സെൻറ്റിമീറ്റർ, 140 സെൻറ്റിമീറ്റർ, 138 സെൻറ്റിമീറ്റർ, 147 സെൻറ്റിമീറ്റർ, 152 സെൻറ്റിമീറ്റർ, 96 സെൻറ്റിമീറ്റർ, 152 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. ഈ കുട്ടികളുടെ ശരാശരി ഉയരം എത്രയാണ്? അപ്പോൾ 8 കുട്ടികൾ തന്നിട്ടുണ്ട്, അവരുടെ ഉയരങ്ങളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ശരാശരി ഉയരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ശരാശരി എന്ന് പറയുന്നതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു. ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണമാണെന്ന് പഠിച്ചു അല്ലേ? തുക എന്ന് പറയുന്നത് എത്രയാണ്? ഈ തന്നിരിക്കുന്ന ഉയരങ്ങളെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. 144, 151, 140, 138, 147, 152, 96, 152 ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1120 ഡിവൈഡഡ് ബൈ എണ്ണം. എണ്ണം എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 8 കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഡിവൈഡഡ് ബൈ എണ്ണം 8 ഇസ് ഈക്വൽ ടു ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 4 32
0 140 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് 140 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ചോദ്യം. ക്ലാസ്സിൽ 38 കുട്ടികളുണ്ട്. അവർ സ്കൂൾ ലൈബ്രറിയിലേക്ക് ശരാശരി 8 പുസ്തകങ്ങൾ നൽകി. എങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് ലൈബ്രറിയിലേക്ക് ആകെ എത്ര പുസ്തകങ്ങൾ ലഭിച്ചു? അപ്പോൾ ക്ലാസ്സിൽ 38 കുട്ടികളാണുള്ളത്. അവർ ലൈബ്രറിയിലേക്ക് ശരാശരി 8 പുസ്തകങ്ങളാണ് നൽകിയത്. അങ്ങനെയാണെങ്കിൽ ആകെ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചു ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇതിൽ നിന്നും നമ്മൾ തുക എന്ന് പറയുന്നത് എന്തായിട്ട് പഠിച്ചു? എണ്ണം ഇൻറ്റു ശരാശരി അല്ലേ. എണ്ണം ഇൻറ്റു ശരാശരി അഥവാ ശരാശരി ഇൻറ്റു എണ്ണം. അപ്പോൾ തുക കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 38 കുട്ടികളാണ്. അതാണ് എണ്ണം 38 ഇൻറ്റു ശരാശരി എന്ന് പറയുന്നത് 8 പുസ്തകങ്ങളാണ്. 8 അപ്പോൾ രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 64 ബാക്കി 6 8 3 24 6 30 304 എന്ന ആൻസർ കിട്ടും. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആകെ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്, അഥവാ തുക കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 304 ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിൽ 34 കുട്ടികളുടെ ശരാശരി ഭാരം 45 കിലോഗ്രാമാണ്. ക്ലാസ് അധ്യാപകൻ്റെ ഭാരം കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു. എങ്കിൽ ക്ലാസ് അധ്യാപകൻ്റെ ഭാരം എത്ര കിലോഗ്രാം ആയിരിക്കും? അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്ലാസ് അധ്യാപകൻ്റെ ഭാരമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം തുക എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണം ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആകെ എത്ര കുട്ടികളാണ്? 34 കുട്ടികളാണുള്ളത്. അപ്പോൾ 34 കുട്ടികളുടെ ആകെ ഭാരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആകെ ഭാരം എന്ന് പറയുന്നത് 34 ഇൻറ്റു 45 ശരാശരി 45 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1530 എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ക്ലാസ് അധ്യാപകൻ്റെ ഭാരം കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ശരാശരി എന്തായിട്ട് മാറി? നേരത്തെ 45 ആയിരുന്നു ശരാശരി. ഇപ്പോൾ 45ൻ്റെ കൂടെ 1 കൂടുകയാണ് ചെയ്തത്, അതായത് 46 കൂടി. ഇനി ക്ലാസ് അധ്യാപകൻ വന്നപ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ അതായത് ആദ്യം 34 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അധ്യാപകന് കൂടി വന്നപ്പോൾ അവിടെ എത്ര ആളായി? 34ൻ്റെ കൂടെ ഒരാളും കൂടി വന്നപ്പോൾ 35 വരെ. അപ്പോൾ 35 പേരുടെ ആകെ ഭാരം ഇനി കാണാമല്ലോ. അപ്പോൾ 35 പേരുടെ ആകെ ഭാരം എന്ന് പറയുന്നത് 35 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ ശരാശരി 46 ആണ്. 46 ശരാശരി ഇൻറ്റു എണ്ണമാണ് തുക. അപ്പോൾ അതിൽ നിന്നും പുതിയ തുക നമുക്ക് കിട്ടി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1610 കിട്ടും. നമുക്ക് കാണേണ്ടത് അധ്യാപകൻ്റെ ഭാരമാണ്. അധ്യാപകൻ്റെ ഭാരം കാണാനായിട്ട് ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്താൽ മതി. 1610 മൈനസ് 1530 കണ്ടാൽ മതി. ഇസ് ഈക്വൽ ടു 0.8 80 കിലോഗ്രാം എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. 33 38 46 37 എക്സ് 42 എന്നീ സംഖ്യകളുടെ മാധ്യം 38 ആണെങ്കിൽ എക്സിൻ്റെ വില എത്രയായിരിക്കും? ഇവിടെ നമുക്കറിയാം ശരാശരിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പറയുന്നൊരു ടേമാണ് മാധ്യം എന്ന് പറയുന്നത്. മാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡിൽ ടേം അഥവാ ശരാശരി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാധ്യം അഥവാ മീൻ എന്ന് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി കാണുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരാശരി കാണുക എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എക്സിൻ്റെ വില നമുക്ക് കാണാം. അപ്പോൾ എക്സിൻ്റെ വില കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം മാധ്യം അത് തന്നെയാണ് ശരാശരി. മാധ്യം എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അപ്പോൾ തുക നമുക്ക് ആദ്യം തന്നെ കാണണം. മാധ്യം നമുക്ക് 38 നമുക്ക് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തുക എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യണം. 33 പ്ലസ് 38 പ്ലസ് 46 പ്ലസ് എക്സ് പ്ലസ് 37 പ്ലസ് 42 ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? എത്ര എണ്ണം ഉണ്ട് ആകെ? 1 2 3 4 5 6 എണ്ണമാണുള്ളത് അല്ലേ. 6 സംഖ്യകളുടെ കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 38 ഇൻറ്റു 6 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 38 ഇൻറ്റു 6 എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 33 38 46 37 42 ആഡ് ചെയ്യുമ്പോൾ 196 എന്ന് കിട്ടും. പ്ലസ് എക്സ് ഉണ്ട്. ഇതിൽ നിന്നും എക്സിൻ്റെ വില നമുക്ക് കാണാമല്ലോ.
38 ഇൻറ്റു 6 എന്ന് പറയുന്നത് 228 ഇസ് ഈക്വൽ ടു 196 പ്ലസ് എക്സ്. എക്സ് എന്ന് പറയുന്നത് 228 മൈനസ് 196 മൈനസ് ചെയ്യുമ്പോൾ 2 3 32 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 38 കുട്ടികളുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ശരാശരി മാർക്ക് 58 എന്നാൽ 74 കിട്ടിയ കുട്ടിയുടെ മാർക്ക് 47 63 കിട്ടിയ കുട്ടിയുടെ മാർക്ക് 86 38 മാർക്ക് ലഭിച്ച കുട്ടിയുടെ മാർക്ക് 58 തെറ്റായി രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ കൃത്യമായ ശരാശരി എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് കൃത്യമായ ശരാശരി, ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് മാർക്കുകളിൽ. അപ്പോൾ എന്നിട്ട് കൃത്യമായ ശരാശരി കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം തന്നെ ഇതിൻ്റെ ആകെ മാർക്ക് അങ്ങ് കാണുക. ടോട്ടൽ 38 കുട്ടികളുണ്ട് അല്ലേ. 38 കുട്ടികളുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത് 38 ഇൻറ്റു 58 ഇത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2204 നിന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് ശരാശരി, കൃത്യമായ ശരാശരിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ 2204 എന്ന് പറയുന്നത് ഇവിടെ കുറേ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് മാർക്കുകളിൽ. അപ്പോൾ ആ മിസ്റ്റേക്ക് നമ്മൾ ഇവിടെ തിരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എന്താണ് ഓരോ മാർക്കും 74 കിട്ടിയ മാർക്കിന് പകരം 47 കൊടുത്തു. 63 കിട്ടിയ കുട്ടിക്ക് പകരം 86 അതേപോലെ തന്നെ 38 കിട്ടിയ കുട്ടിക്ക് 58 അപ്പോൾ തെറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആകെ കിട്ടിയ മാർക്ക് എന്താണ് 2204 അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി 2204 അതിൽ നിന്ന് തെറ്റി രേഖപ്പെടുത്തിയ മാർക്കുകൾ കുറച്ചിട്ട് ശരിയായ മാർക്കുകൾ കൂട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, ടോട്ടൽ 2204 അതിൽ നിന്നും തെറ്റി രേഖപ്പെടുത്തിയ മാർക്കുകൾ ഏതൊക്കെയാണ്? 47, നെക്സ്റ്റ് 86, നെക്സ്റ്റ് 58. അപ്പോൾ തെറ്റിയതൊക്കെ മൈനസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുന്നു, ശരിയായിട്ടുള്ളത് ആഡ് ചെയ്യുന്നു. ശരിയായിട്ടുള്ളത് 74, പിന്നെ 63, പിന്നെ 38. ഓക്കെ, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നു 2204 നിന്നും ഇത്രയും സംഖ്യകൾ കുറച്ചിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2188 എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് കാണാമല്ലോ, ഇപ്പോൾ ഈ കിട്ടിയ തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള തുകയാണ് കിട്ടിയത്, നേരത്തെ കിട്ടിയത് തെറ്റായിട്ടുള്ള തുകയാണ് അല്ലേ. ഇനി നമുക്ക് കൃത്യമായ ശരാശരി കാണാമല്ലോ. ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ഇപ്പോൾ കൃത്യമായ തുക എന്ന് പറയുന്നത് 2188 ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 38 കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഡിവൈഡഡ് ബൈ 38 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 57.58 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ളത് നിങ്ങൾ സ്വയം ക്യാൻസൽ ചെയ്ത് നോക്കുക. നമുക്ക് ടൈം ഒരുപാട് പോവും ക്യാൻസൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 42 കുട്ടികളുടെ ഒരു ക്ലാസ്സിലെ ശരാശരി മാർക്ക് 71 ഓരോ കുട്ടിക്ക് 4 മാർക്ക് വീതം ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ശരാശരി മാർക്ക് എത്രയാണ്? അതായത് 42 കുട്ടികളുണ്ട്, ശരാശരി മാർക്ക് 71 ഓരോ കുട്ടിക്കും 4 മാർക്ക് വീതം ഗ്രേസ് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ശരാശരി മാർക്ക് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. n സംഖ്യകളുടെ ശരാശരി k ആണെങ്കിൽ അതിലെ ഓരോ സംഖ്യയോടും എക്സ് കൂട്ടിയാൽ പുതിയ സംഖ്യകളുടെ ശരാശരി k + x ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ n സംഖ്യകളുടെ ശരാശരി k ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ n സംഖ്യ എന്ന് പറയുന്നത് 42 കുട്ടികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ എന്താണ് 4 മാർക്ക് വെച്ചിട്ട് ഓരോന്നിനും ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഗ്രേസ് മാർക്ക് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരാശരി 71 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ശരാശരി അഥവാ പുതിയ ശരാശരി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ തന്നിരിക്കുന്ന ശരാശരിയുടെ കൂടെ 4 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 71ഉം 4ഉം 75 ആയിരിക്കും പുതിയ ശരാശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 25 സംഖ്യകളുടെ ശരാശരി 48 ഓരോ സംഖ്യയെയും 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, n സംഖ്യകളുടെ ശരാശരി k ആണെങ്കിൽ അതിലെ ഓരോ സംഖ്യയെയും x കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന പുതിയ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് kx ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ശരാശരി തന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണോ ഗുണിച്ചത് അതിനെ തന്നിരിക്കുന്ന ശരാശരി കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ശരാശരി കിട്ടും.
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 25 സംഖ്യകൾ തന്നിട്ടുണ്ട്, അവയുടെ ശരാശരി 48 തന്നിട്ടുണ്ട്. അതിനെ 3 കൊണ്ട് ഗുണിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന പുതിയ ശരാശരി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ തന്നിരിക്കുന്ന ശരാശരിയെ എന്തുകൊണ്ടാണോ ഗുണിക്കുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ഗുണിക്കുന്നത്? 3 കൊണ്ടാണ് ഗുണിക്കുന്നത്, അതുകൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. അപ്പോൾ 48 × 3 എന്ന് പറയുന്നത് 4 12 4 144 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, തുടർച്ചയായ 27 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 63 ആണ് എങ്കിൽ അതിലെ വലിയ സംഖ്യ ഏതാണ്? അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പഠിച്ചിരുന്നു, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി k ആണെങ്കിൽ അതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? k പ്ലസ് n-1/2. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് k - n-1/2. അപ്പോൾ ഇതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തുടർച്ചയായ എണ്ണൽ സംഖ്യ, എന്നിൻ്റെ വില ഇവിടെ എത്രയാണ്? 27 ആണ്. ശരാശരി എത്രയാണ്? 63 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വലിയ സംഖ്യ എന്ന് പറയുന്നത് k + n-1/2. k എന്ന് പറയുന്നത് ശരാശരി എന്ന് പറയുന്നത് 63 പ്ലസ് n എന്ന് പറയുന്നത് 27 - 1/2 = 63 + 26/2 = 63. 26/2 എന്ന് പറയുമ്പോൾ 13 = 6 7 76 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, തുടർച്ചയായ 52 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 109.5 ആണ്. അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? തുടർച്ചയായ 52 എണ്ണൽ സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട് 109.5. അതിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി k ആണെങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് k - n-1/2 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എന്നിൻ്റെ വില എത്രയാണ്? 52 ആണ്. k എന്ന് പറയുന്നത് 109.5 ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 109.5 മൈനസ് n എന്ന് പറയുന്നത് 52 - 1/2 = 109.5 മൈനസ് 52 നിന്ന് 1 പോയി കഴിഞ്ഞാൽ 51. 51/2 എന്ന് പറയുന്നത് 25.5 ആണ്. ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ 5 5 0 0 4 8 84 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്തയായ 5 ഇരട്ടസംഖ്യകളുടെ ശരാശരി 502 ആണ് എങ്കിൽ ഏറ്റവും വലിയ ഇരട്ടസംഖ്യയ്ക്ക് ശേഷം വരുന്ന ഒറ്റസംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായ 5 ഇരട്ടസംഖ്യകളാണ്, ശരാശരി 502 തന്നിട്ടുണ്ട്. എങ്കിൽ ഏറ്റവും വലിയ ഇരട്ടസംഖ്യയ്ക്ക് ശേഷം വരുന്ന ഒറ്റസംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? തുടർച്ചയായ 5 ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ ഫസ്റ്റത്തെ ഇരട്ടസംഖ്യ x ആണെങ്കിൽ നെക്സ്റ്റ് ഇരട്ടസംഖ്യ എന്ന് പറയുന്നത് x + 2 ആയിരിക്കും. അടുത്തത് x + 4, അടുത്തത് x + 6, അടുത്തത് x + 8 അല്ലേ? ഇപ്പോൾ നമുക്ക് തുടർച്ചയായിട്ടുള്ള 5 ഇരട്ടസംഖ്യകൾ കിട്ടി. ഇനി ഇവിടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി. തുക എന്ന് പറയുന്നത് x + x + 2 + x + 4 + x + 6 + x + 8 ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 5x + 4 2 6 6 12 8 20 5x + 20 എന്ന് തുക കിട്ടും. നമുക്കറിയാം തുക എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണമാണ്. ഇവിടെ ശരാശരി 502 തന്നുകൊണ്ട് 502 ഇൻറ്റു എത്ര ഇരട്ടസംഖ്യകളാണ്? 5 എന്ന് പറയുന്നത് തുകയാണ്. ആ തുക നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 5x + 20. അതായത് 502 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 2510 എന്ന് കിട്ടും. = 5x + 20. ഇതിൽ നിന്നും 5x എന്ന് പറയുന്നത് 2510 - 20 എന്ന് പറയുന്നത് 2490 എന്ന് കിട്ടും. എക്സിൻ്റെ വില എന്ന് പറയുന്നത് 2490/5 എന്ന് പറയുമ്പോൾ 498 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് 498 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഇരട്ടസംഖ്യയ്ക്ക് ശേഷം വരുന്ന ഒറ്റസംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇരട്ടസംഖ്യ ഇവിടെ x + 8 ആണ്.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ x+8 കാണണം. എക്സിൻ്റെ വില 498 ആണെങ്കിൽ x+8 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 498 + 8 എന്ന് പറയുമ്പോൾ 506 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഇരട്ടസംഖ്യയ്ക്ക് ശേഷം വരുന്ന ഒറ്റസംഖ്യയാണ്. അപ്പോൾ അടുത്ത ഒറ്റസംഖ്യ എന്ന് പറയുമ്പോൾ 506ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. = 507 എന്ന ആൻസർ കിട്ടുന്നു. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശരാശരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റും അതുപോലെ തന്നെ കുറച്ച് സൂത്രവാക്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി ശരാശരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റും സൂത്രവാക്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്കുള്ള ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.